പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക്. ദില്ലി ബി.ജെ.പി ആസ്ഥാനത്തെത്തി നാളെ അംഗത്വം സ്വീകരിക്കും. പത്മജ ബി.ജെ.പിയിൽ ചേരുമെന്ന അഭ്യൂഹം രാവിലെ മുതൽ ശക്തമായിരുന്നു. വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെങ്കിലും വൈകുന്നേരത്തോടെ പത്മജ പോസ്റ്റ് പിൻവലിച്ചിരുന്നു. വിവരങ്ങളുമായി ലേബി സജീന്ദ്രൻ ചേരുന്നു. ലേബി, രാവിലെ മുതൽ ഇത്തരമൊരു വാർത്ത നിലനിന്നിരുന്നെങ്കിലും അവർ ഈ ഒരു വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പുരോഗതി ഉണ്ടായിരിക്കുന്നത്? ഷഫീഖ്, ഇന്ന് രാവിലെ മുതൽ തന്നെ പത്മജ ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ അഭ്യൂഹം പരന്നതാണ്. എന്നാൽ ഉച്ച കഴിഞ്ഞ് പത്മജ വേണുഗോപാൽ തന്നെ ഫേസ്ബുക്കിൽ ഔദ്യോഗിക പേജിൽ കുറിപ്പിടുകയായിരുന്നു. താൻ ബി.ജെ.പിയിലേക്ക് എന്നുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണ്, അത് തെറ്റിദ്ധരിച്ചതാണ്, ഒരു ചാനൽ നൽകിയ അഭിമുഖം തെറ്റിദ്ധരിച്ചതാണ് എന്നുള്ള രീതിയിൽ പോസ്റ്റ് ഇട്ടു. അതോടുകൂടി താൽക്കാലികമായി ഈ അഭ്യൂഹത്തിന് വിരാമമാവുകയും ചെയ്തു. എന്നാൽ സന്ധ്യ കഴിഞ്ഞതോടെ ഈ FB പോസ്റ്റ് അപ്രത്യക്ഷമായി. ഇതോടുകൂടി തിരിച്ച് വീണ്ടും ഈ ധാരണ വരികയായിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിഞ്ഞിരിക്കുന്നത്. ഇന്ന് ഡൽഹിയിലേക്ക് തിരിച്ചത് നരേന്ദ്രമോദിയും അമിത്ഷായും കാണാൻ ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇന്ന് അവരുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ബി.ജെ.പിയിലേക്ക് മാറാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. നാളെ തന്നെ മിക്കവാറും ബി.ജെ.പിയിൽ അംഗത്വം എടുക്കും എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. ഈ വാർത്ത പത്മജ വേണുഗോപാൽ ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാര്യം ഇന്ന് ഉച്ചയ്ക്ക് നമ്മളോട് തന്നെ സംസാരിക്കുമ്പോൾ കൃത്യമായ അതൃപ്തികൾ പറയുന്നുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ കുറെ കാലമായി തഴയപ്പെടുകയാണ്. ആ പരാതി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിലും പലതവണ അറിയിച്ചതാണെങ്കിലും കാര്യമായ വ്യത്യാസമൊന്നും അക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. കുറെ കാലമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പത്മജ വേണുഗോപാൽ വിട്ടുനിൽക്കുകയുമാണ്. പാർട്ടി പരിപാടിയിൽ അത്ര കണ്ട് സജീവമാകാറില്ല, മറ്റ് ഔദ്യോഗിക പരിപാടികളിൽ നിന്നും അത്ര കണ്ട് സജീവമാകാറില്ല. കുറച്ചു കാലമായി ബിസിനസ്സുമായി വളരെ സജീവമായി മാറി നിൽക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഇത്തരത്തിൽ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് മാറുന്നു എന്നുള്ള രീതിയിൽ വാർത്ത വന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇങ്ങനെ ഒരു കോൺഗ്രസ് നേതാവ്, അതായത് പത്മജ വേണുഗോപാലിനെ പോലെ ഒരു നേതാവ് പാർട്ടി വിടുന്നു അല്ലെങ്കിൽ ബി.ജെ.പിയിലേക്ക് ചേരുന്നു എന്നുള്ളത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കില്ലേ? കാര്യം അനിൽ ആന്റണി ബി.ജെ.പിയിലേക്ക് പോയ ഒരു സാഹചര്യം പോലുമല്ല. കാര്യം കുറച്ചുകൂടി പാർട്ടി 2 തവണ ലോക്സഭയിൽ മത്സരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പാർലമെന്ററി രംഗത്തേക്ക് വരുവാനുള്ള മത്സരങ്ങളിൽ മത്സരിച്ച ആളാണ്. അതുപോലെ തന്നെ സജീവമായി പാർട്ടിയുടെ ഉന്നത പദവികൾ വഹിച്ചിട്ടുള്ള ആളാണ്. അത്തരത്തിൽ പാർട്ടിയിൽ വളരെ സജീവമായി നിൽക്കുകയും പാർലമെന്ററി രംഗത്തേക്ക് കടന്നു വരാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. അതിനെല്ലാം ഉപരിയായി കരുണാകരന്റെ മകൾ തന്നെ ഇങ്ങനെ പാർട്ടി വിട്ട് ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്നത് തീർച്ചയായും ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനെ ബുദ്ധിമുട്ടുണ്ടാക്കുക തന്നെ ചെയ്യും. കാരണം മാത്രമല്ല, സഹോദരൻ മുരളീധരൻ വടകര മത്സരിക്കാനിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായി ഒരു തലവേദന തന്നെ പത്മജയുടെ ഇപ്പോഴത്തെ ഈ പാർട്ടി മാറ്റം ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഷഫീഖ്.